നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 8 മാസങ്ങൾ മാത്രം അവശേഷിക്കവേ മുന്നണികൾ കൊണ്ടും കൊടുത്തും സജീവമായി കഴിഞ്ഞു. കിട്ടുന്ന ഏതവസരവും എതിരാളികൾക്കെതിരായ ആക്രമണത്തിനുള്ള ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ ചാനലുകൾക്കും ഇപ്പോൾ വാർത്താ കൊയ്ത്താണ്. അരങ്ങത്ത് ഇങ്ങനെയൊക്കെയാണെങ്കിലും പാർട്ടികളുടെ വാർ റൂമുകളിൽ ഇതൊന്നുമല്ല നടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിന് അത്ര ആത്മവിശ്വാസം നൽകുന്നതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവർ എന്ന സ്വതന്ത്രന് ഇടതുപക്ഷം കഴിഞ്ഞ 9 വർഷം കൊണ്ട് മണ്ഡലത്തിലുണ്ടാക്കിയ വികസന നേട്ടങ്ങൾ സ്വന്തം പേരിലാക്കി ആ വോട്ടുകൾ ആകർഷിക്കാനായതുകൊണ്ട് ഭരണാനുകൂല വോട്ടുകൾ ഭിന്നിച്ചതിലൂടെ മാത്രമാണ് വിജയിക്കാനായത് എന്നും 2021 തോറ്റപ്പോൾ കിട്ടിയ വോട്ടുകൾ നേടാനാകാതെ പോയതും 6 മാസം മുൻപ് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ 66,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 5 ഇരട്ടി വോട്ട് നഷ്ടമായതും UDF ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലെയും സവിശേഷ സാധ്യതകൾ വിലയിരുത്താനാണ് UDF തീരുമാനം. ഈ പരിശോധനയിലാണ് നിലവിൽ കയ്യിലുള്ള 10-ലധികം സീറ്റുകൾ കൈവിട്ടു പോകാനുള്ള സാധ്യത UDF തന്നെ തിരിച്ചറിയുന്നത്. ഈ സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം 40ഓളം സീറ്റുകൾ പിടിച്ചെടുക്കാനും സാധിച്ചാൽ മാത്രമേ ഭരണം തിരിച്ചുപിടിക്കാനാകൂ എന്ന മുന്നറിയിപ്പാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ സുനിൽ കനകോലു നൽകിയിരിക്കുന്നത്. UDFന്റെ കയ്യിലുള്ള കടുത്ത ഭീഷണി നേരിടുന്ന 10 മണ്ഡലങ്ങൾ ഏതെല്ലാമാണെന്നും അതിന്റെ സവിശേഷതകളും എന്തെല്ലാമാണെന്നും നോക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ഉള്ളത് UDFന്റെ സുരക്ഷിതമായ ജില്ലയെന്ന് അവകാശപ്പെടുന്ന എറണാകുളത്താണ്. 1. പെരുമ്പാവൂർ. സാജു പോളിലൂടെ ഇടതുപക്ഷം സുരക്ഷിതമായി വെച്ചിരുന്ന മണ്ഡലം 2016 ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വിവാദത്തിൽ എൽദോസ് കുന്നപ്പള്ളിയിലൂടെ കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു. 2021 ഇടതുപക്ഷം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ചിരുന്ന മണ്ഡലം കേവലം 2889 വോട്ടിന് UDF തന്നെ നിലനിർത്തുകയായിരുന്നു. ഇതിന്റെ പ്രധാന കാരണം തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപ് മുന്നണിയിലെത്തിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഈ സീറ്റ് വിട്ടുകൊടുത്തതിൽ പ്രാദേശിക നേതൃത്വത്തിനുള്ള എതിർപ്പ് പരിഹരിക്കാനാകാതെ പോയതായിരുന്നു. എന്നാൽ നിലവിൽ മാണി ഗ്രൂപ്പ് CPM ഐക്യം കൂടുതൽ ദൃഢമാവുകയും എൽദോസ് കുന്നപ്പള്ളിയുടെ വ്യക്തിപരമായ ഇമേജ് നഷ്ടപ്പെടുകയും സ്ത്രീ പീഡനവും മറ്റുമായി നിരന്തരം വിവാദത്തിലാവുകയും ചെയ്തത് UDFന് തിരിച്ചടിയായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ UDFന്റെ മണ്ഡലത്തിലെ ശക്തമായ വോട്ട് ബാങ്കായിരുന്ന ക്രിസ്ത്യൻ വോട്ടിൽ നിന്ന് BJPക്ക് അനുകൂലമായി വലിയ ഒഴുക്ക് സംഭവിച്ചതും തിരിച്ചടിയാകുമെന്നും ഈ സീറ്റ് കൈവിടാനുള്ള സാധ്യത കൂടുതലാണെന്നും കരുതപ്പെടുന്നു. 2. എറണാകുളം. TJ വിനോദ് 10,000ഓളം വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ചയും 2020യുടെ സ്ഥാനാർത്ഥിത്വവും MLA എന്ന നിലയിൽ TJ വിനോദിന് മികവ് പുലർത്താൻ സാധിക്കാത്തതും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തുന്നത്. 3. തൃപ്പൂണിത്തുറ. കഴിഞ്ഞ തവണ M സ്വരാജിനെ 992 വോട്ടിന് മാത്രം പരാജയപ്പെടുത്തിയാണ് K ബാബു മണ്ഡലം തിരിച്ചുപിടിച്ചിരുന്നത്. എന്നാൽ ശാരീരിക അവശതകൾ കാരണം K ബാബു ഇനി മത്സര രംഗത്ത് ഉണ്ടാകില്ലെന്നത് തന്നെ മണ്ഡലം കൈവിടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. കഴിഞ്ഞ തവണ 10,000-ലേറെ RSS കേഡർ വോട്ടുകൾ ബാബുവിന് അനുകൂലമായി പോൾ ചെയ്തതുകൊണ്ട് മാത്രം കേവലം വോട്ടുകൾക്ക് ബാബു വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ ഈ തവണയും എല്ലാ മണ്ഡലങ്ങളിലും തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വെച്ച് BJP ഇറങ്ങുമ്പോൾ തന്നെ തൃപ്പൂണിത്തുറ നിലനിർത്തുക പ്രയാസകരമായിരിക്കുമെന്ന് കോൺഗ്രസ് തന്നെ കണക്കുകൂട്ടുന്നുണ്ട്. അടുത്തത് ചാലക്കുടി. CPMന്റെ തൃശൂരിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ അപ്രതീക്ഷിത തോൽവിയാണ് സംഭവിച്ചത്. മണ്ഡലം മാണി ഗ്രൂപ്പിന് കൈമാറുകയും പരിചിതനല്ലാത്ത സ്ഥാനാർത്ഥി മത്സരിക്കുകയും ചെയ്തതോടെയാണ് കേവലം 1057 വോട്ടിന് മണ്ഡലം ഇടതുപക്ഷത്തിന് കൈവിടേണ്ടി വന്നത്. MLA ആയി വിജയിച്ച TJ സനീഷ് കുമാറിന് അവസരത്തിനൊത്ത് ഉയരാൻ സാധിക്കാത്തതും മാണി ഗ്രൂപ്പ് മുന്നണിയിൽ സജീവ സാന്നിധ്യമായതും ഈ തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷത്തിന് അവസരമൊരുക്കുമെന്നാണ് കരുതുന്നത്. 5. മങ്കട. മലപ്പുറത്ത് അലി മഞ്ഞളാംകുഴി കഴിഞ്ഞ തവണ 6,246 വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ ഈ തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നാണ് സൂചന. പ്രാദേശികമായി തന്നെ മഞ്ഞളാംകുഴി MLAക്ക് എതിരായ ജനവികാരം പാർട്ടിക്കകത്തും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വികസന കാര്യങ്ങളിൽ അടക്കം MLAയുടെ പിടിവാശിയും മറ്റും ഇപ്പോൾ മണ്ഡലത്തിൽ തന്നെ സജീവ ചർച്ചയാണ്. തുടർച്ചയായി മത്സരിച്ച് വോട്ട് ഉയർത്തി വരുന്ന TK റഷീദ് അലി തന്നെ ഇത്തവണയും മത്സരിച്ചാൽ മങ്കട കടുത്ത മത്സരമായിരിക്കും നടക്കുക എന്ന് ഉറപ്പാണ്.
6 മൂവാറ്റുപുഴ. കഴിഞ്ഞ തവണ മാത്യു കുഴൽനാടൻ അട്ടിമറി വിജയം നേടിയ മണ്ഡലം ഈ തവണ നിലനിർത്താൻ പാടുപെടുമെന്നാണ് സൂചനകൾ. കഴിഞ്ഞ തവണ സിറ്റിംഗ് MLA CPIയിലെ എൽദോ അബ്രഹാമിനെ 6161 വോട്ടിന് പരാജയപ്പെടുത്തിയ മാത്യു കുഴൽനാടൻ ചാനലുകളിൽ ലക്ഷ്യമെത്താത്ത വിവാദങ്ങളുണ്ടാക്കി നിറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചതിനപ്പുറം സ്വന്തം മണ്ഡലത്തിൽ ജനകീയ ഇടപെടൽ നടത്തുന്നതിൽ പിന്നിലായത് മണ്ഡലം നിലനിർത്തുന്നത് വെല്ലുവിളിയാകുമെന്നാണ് സൂചന. 7 കടുതുരുത്തി. കേരള കോൺഗ്രസുകളുടെ വിളനിലമായ കടുതുരുത്തിയിൽ കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പിലെ മോൻസ് ജോസഫ്, മാണി ഗ്രൂപ്പിലെ സ്റ്റീഫൻ ജോർജിനെ 4256 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. മാണി ഗ്രൂപ്പിന്റെ പെട്ടെന്നുള്ള മുന്നണി മാറ്റം സൃഷ്ടിച്ച ആശയക്കുഴപ്പം മുതലെടുത്താണ് ഈ മണ്ഡലം UDF ജയിച്ചതെങ്കിൽ ഇത്തവണ ഈ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത് KM മാണിയുടെ മകനും കേരള കോൺഗ്രസ് ചെയർമാനുമായ ജോസ് കെ മാണി നേരിട്ടാണ്. ഇപ്പോൾ തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് സജീവമായിട്ടുള്ള ജോസ് കെ മാണി ഈ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം കൊയ്യുമെന്ന കാര്യത്തിൽ UDFന് പോലും സംശയമില്ല. 8 കുണ്ടറ. കൊല്ലം ജില്ലയിലെ ചുവപ്പിന്റെ കോട്ടയിൽ കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ അട്ടിമറിച്ചാണ് PC വിഷ്ണുനാഥ് മണ്ഡലം പിടിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിവാദമായിരുന്ന ആഴക്കടൽ മത്സ്യബന്ധന കരാർ വിവാദമാണ് മന്ത്രിസഭയിലെ മികച്ച മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം ഒരു കരാറില്ലെന്ന കാര്യം പുറത്തുവന്നെങ്കിലും മാധ്യമങ്ങളെ ഉപയോഗിച്ച് പ്രതിപക്ഷം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നടത്തിയ പ്രചാരണമാണ് 4523 വോട്ടിന്റെ പരാജയത്തിലേക്ക് എത്തിച്ചത്. കുണ്ടറ മണ്ഡലം തിരിച്ചുപിടിക്കുക CPMനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. 9 പെരിന്തൽമണ്ണ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിന് നജീബ് കാന്തപുരം വിജയിച്ച മണ്ഡലമാണ് പെരിന്തൽമണ്ണ. CPM കുറച്ചു വർഷങ്ങളായി മലപ്പുറം ജില്ലയിൽ ഫോക്കസ് ചെയ്യുന്ന പ്രധാന മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ തോൽവി അപ്രതീക്ഷിതമായിരുന്നു. പാർട്ടിയിലെ ഗ്രൂപ്പിസമാണ് ഉറപ്പിച്ച വിജയം തട്ടിത്തെറിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി CPM ഇപ്പോൾ തന്നെ രംഗത്തുണ്ട്. സിറ്റിംഗ് MLA ആയ നജീബ് കാന്തപുരം ഉൾപ്പെട്ട പാതിവിലാട് തട്ടിപ്പ് ഉൾപ്പെടെ മണ്ഡലത്തിൽ പ്രചാരണായുധമാക്കാനും ഇടതുപക്ഷത്തിനായിട്ടുണ്ട്. 10 പേരാവൂർ. കണ്ണൂർ ജില്ലയിലെ മലയോര മണ്ഡലമായ പേരാവൂർ നിലവിൽ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ CPM യുവ നേതാവ് സക്കീർ ഹുസൈനോട് കേവലം 3172 വോട്ടുകൾക്ക് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ട മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന സണ്ണി ജോസഫ് മത്സരിക്കില്ലെന്നത് തന്നെ ആ സീറ്റ് കൈവിടാൻ കാരണമായി തീരും. CPM കണ്ണൂർ ജില്ലയിലെ കൈവിട്ട മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി തന്നെ തയ്യാറാക്കി മുൻകൂട്ടി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന മണ്ഡലത്തിൽ ഇത്തവണ സണ്ണി ജോസഫിന് പകരം ആര് വന്നാലും അത്ര എളുപ്പമാകില്ല UDFന് കാര്യങ്ങൾ.